അത് അനീഷിനെ അറിയുള്ളൂ ബ്രോ, ഞാനല്ലോ പ്രണയിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ആദ്യം ഷിയാസിക്കാണ്. അതെ അതെ, ഇതും എന്റെ വീട്ടിലേക്ക് പോവാം. പക്ഷെ നമുക്ക് പ്രധാന വാതിലൂടെ പോവാം. अनीश की जय, अनीश काकी जय, सियासी काकी जय. ഷിയാസ് എന്തെങ്കിലും ഇടുന്നുണ്ടോ? എന്താ പറയാനുള്ള കാര്യം, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് എന്നെ ആർക്കും അറിയാൻ പാടുണ്ടായില്ല, അനീഷിനെയും ആർക്കും അറിയാൻ പാടുണ്ടായില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എനിക്കപ്പോൾ ഞാൻ ബിഗ് ബോസ് അനീഷിനോട് പറഞ്ഞിരുന്നു, അനീഷിന്റെ ലൈഫിൽ ഒരു വലിയ മാറ്റമായിരിക്കും. തീർച്ചയായിട്ടും അനീഷ് അത് മനസ്സിലാക്കിയിരുന്നു. വലിയൊരു ദൈവാനുഗ്രഹമാണ്. പറഞ്ഞ ഷിയാസിക്ക പറഞ്ഞ ഓരോ വാക്കുകളും എനിക്ക് ഇപ്പോഴും എന്റെ പിന്നെ എന്റെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാരാണത്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഫുട്ബോൾ കളിച്ചിരുന്ന. പക്ഷെ അത് ബിഗ് ബോസിൽ പോയപ്പോഴാണ് അനിയനെ പറയണേ. പിന്നെ എന്റെ കുറെ സുഹൃത്ത് തൃശ്ശൂരിലെ കുറെ കൂട്ടുകാരന്മാർ വിളിച്ച് പറഞ്ഞു സപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് ഞാൻ അനീഷോട് പറയായിരുന്നു ലൈഫിൽ ഒരു മാറ്റമായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. കാര്യം അനീഷ് അത് മനസ്സിലായിട്ടുണ്ട്. ഇവിടുത്തെ നൂറുകണക്കിന് ആൾക്കാരെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ബ്രോ? നമ്മൾ ഈ നാട്ടുകാരുടെ സപ്പോർട്ട് ഒരു കലാകാരന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു കലാകാരന് അത് അനീഷിനെ അറിയുള്ളൂ ബ്രോ, ഞാനല്ലോ പ്രണയിച്ചിട്ടുണ്ട്. കണ്ടപ്പോ ഭയങ്കര ജനപ്രതിനിധി ഒരു ഇതാട്ടോ അത് കോമൺ ആയിട്ട് പോയിട്ട് പതിനായിരങ്ങൾ വന്നിരുന്നു. ഞാനിപ്പോ ഒന്നോളൂ ബ്രോ, ഞാനത് ഇത് കണ്ടത് തന്നെ ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. കാര്യം വലിയതാണ്. ഞാൻ എന്തായാലും വിളിച്ചപ്പോ വരാൻ കാണിച്ച ഒരു മനസ്സിന് താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി കാണുന്ന ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. പിന്നെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാണുന്നത് ഞാൻ ഇത് വീട്ടിലേക്ക് വരാന്നുള്ള പ്ലാൻ. പക്ഷെ ഇത് പരിപാടികളൊക്കെ ഗംഭീരമായി പോയിരുന്നത്. എന്നിട്ട് ഇവരെല്ലാം പറഞ്ഞ അനീഷിനെ സപ്പോർട്ട് ചെയ്യണമെന്ന്. പക്ഷെ ഇക്കാരെ സപ്പോർട്ട് ചെയ്തേ? അനീഷിനെ സപ്പോർട്ട് ചെയ്യണമെന്നു. ഞാൻ അത് ഓൾറെഡി ഇതിനറിയാം. ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും ഇവിടെ മെസ്സേജ് ചോദിക്കും, ഞാൻ അപ്ഡേറ്റ് ചോദിക്കും. എനിക്ക് അനീഷിനെ മെസ്സേജ് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ബിഗ് ബോസിനകത്ത് ചെന്നപ്പോഴും അനീഷിനെ ഞാൻ അതിഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ്. അനീഷിനെ അറിയാം. കാര്യം TV കാണിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ അനീഷിനെ ഒരുപാട് അഡ്വൈസ് കൊടുത്തായിരുന്നു. ഞാൻ ഒരുപാട് അഡ്വൈസ് കൊടുത്തായിരുന്നു. കാര്യം എന്റെ മനസ്സിലുണ്ടായിരുന്നു ടോപ്പ് 5 അനീഷ് ഉണ്ടാവുന്നു. അനീഷിന്റെ പ്രണയം എത്രത്തോളം ദിവ്യമാണ്. അത് അനീഷിനെ അറിയുള്ളൂ ബ്രോ, ഞാനല്ലോ പ്രണയിച്ചിട്ടുണ്ട്. കണ്ടപ്പോ ഇത് ചോദ്യം അല്ലയാ. പ്രണയത്തെ പറ്റി ഒരു വ്യക്തി മറ്റു വ്യക്തിയിൽ അറിയാൻ പറ്റുള്ളൂ. നമ്മളിതൊക്കെ ചോദിക്കണം എന്തിനാ? നമ്മളിവിടെ കാണാൻ വന്നു, ഇത് വലിയൊരു ഭാഗ്യമല്ലേ. അതെ, അപ്പൊ എനിക്കിവിടെ കാണാൻ പറ്റി കുറെ നാൾക്ക് ശേഷം. അപ്പൊ തീർച്ചയായിട്ടും വരാൻ കാണിച്ച, ഞാൻ വിളിക്കുമ്പോഴേക്കും വരാൻ കാണിച്ച ഒരു മനസ്സിന് നന്ദി പറയുന്നു. പിന്നെ തീർച്ചയായിട്ടും ഒരു ബ്രദറാണ് എനിക്ക്. ഇപ്പൊ നമ്മള് ഒരാളെ വിളിക്കുമ്പോ ചില ആളുകളെ വിളിക്കുമ്പോ വരില്ല എന്നുള്ള മറുപടി ആയിരിക്കും കിട്ടുക. അപ്പൊ ഷിയാസിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ബ്രദറാണ്. എനിക്ക് ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടെ വിളിക്കാം, വരുന്ന ഉറപ്പായിരുന്നു. വന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ, വീട്ടിലേക്ക്. അപ്പൊ ഓക്കെ ട്ടാ, താങ്ക് യു സോ മച്ച്. ഷിയാസിക്ക് ഇങ്ങോട്ട് തന്നെയാ വരുന്നേ. വണ്ടി ഇവിടെ ബാക്ക് എടുത്തിട്ട് വേണം. ആ വണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ടോ ശരിയാവില്ല.
ചോദിക്കാമെങ്കിൽ ഇവിടെ നിന്ന് അല്ലേ നിങ്ങളല്ലേ ഒരുപാട് സന്തോഷം നിങ്ങൾ വന്നതിന്. ഓ അതാണ് എന്റെ നാട് കോടന്നൂര്. അത്ര എനിക്ക് പറയാനുള്ളൂ. അതെ, അത്ര എനിക്ക് പറയാനുള്ളൂ. കോടന്നൂർ എന്ന് പറഞ്ഞ ഇതാണ് ആ വികാരം. അത് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫോട്ടോ ആരെങ്കിലും എടുക്കാൻ കോടന്നൂരുണ്ടോ? ആ ശരി ശരി. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു. വീഡിയോ ആണോ കിട്ടുന്നുണ്ടോ? നവനീത് നവനീത് ഫോൺ പിടിക്കും ഫോൺ പിടിക്കും.